പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാനൂർ ഗ്രാമപഞ്ചായത്തിലെ സമഗ്ര വികസനമാണ് ഓരോ സ്ഥാനാർത്ഥികളുടെയും ലക്ഷ്യം. 13, 14, 15 വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികൾ വാർഡുകളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. പ്രിയമുള്ളവരെ, ഞാൻ KV അഭിജിത്ത്, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി മത്സരിക്കുമ്പോൾ നിങ്ങൾ നൽകിയ പിന്തുണയാണ് ഇന്നെനിക്ക് കരുത്തായി നിൽക്കുന്നത്. ആ പിന്തുണയോടുകൂടി നമ്മുടെ നാട്ടിൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. കാഞ്ഞൂരിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മും ചിൽഡ്രൻസ് പാർക്കും ആദ്യത്തെ ടേക്ക് എ ബ്രേക്കും അങ്ങനെ വിപുലമായിട്ടുള്ള പദ്ധതികളിലൂടെ 5 വർഷക്കാലം കൊണ്ട് 2 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നമ്മൾ ആകമാനം ഈ പഞ്ചായത്തിനകത്ത് ഏറ്റെടുത്തത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിലെയും നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. തകർന്ന റോഡുകളില്ലാത്ത, മാലിന്യ പ്രശ്നങ്ങളില്ലാത്ത ഏറ്റവും മികച്ച വാർഡാക്കി നമ്മൾ ഈ വാർഡിനെ മാറ്റി തീർക്കും. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ ചുറ്റികരിവാൾ നക്ഷത്രമടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡെയ്സി ഫിലിപ്പ്, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 14-ാം വാർഡിൽ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആദ്യമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെയും വാർഡിൻ്റെയും സമഗ്ര വികസനത്തിനായി നിങ്ങളോടൊപ്പം ഞാനുമുണ്ടാകും. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ടെലിവിഷൻ ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സ്നേഹം നിറഞ്ഞവരെ, ഞാൻ TD റോബർട്ട്, കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ നിന്നും മത്സരിക്കുകയാണ്. വാർഡിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 80 ഏക്കർ സ്ഥലം തരിശായി കിടക്കുന്ന നെൽപ്പാടങ്ങളുണ്ട്. അതിൽ കുറേയൊക്കെ കൃഷി ചെയ്യാനായിട്ട് പറ്റിയിട്ടുമുണ്ട്. സർക്കാരിൻ്റെ പദ്ധതികൾ യഥാക്രമം ഉപയോഗിക്കാത്തതിൻ്റെ പേരിൽ ബാക്കി വരുന്ന പാഞ്ഞക്കാട്ടുപാടം, ആലത്തിപ്പാടം, ചൊവ്വരിയം പാടം തരിശായി കിടക്കുകയാണ്. സർക്കാരിൻ്റെ പദ്ധതികൾ ഉപയോഗിച്ച് ആ പാടങ്ങളൊക്കെ കൃഷി ചെയ്യുവാനും അതിലൂടെ കുടിവെള്ള സംരക്ഷണം ഉറപ്പുവരുത്തുവാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ നമ്മുടെ നാട്ടിൽ കോഴിക്കാടൻപടി ഭാഗത്ത് ഒരു അംഗനവാടി സ്ഥിരമായിട്ടില്ല. അത് വളരെ പോരായ്മയാണ്. അത് നികത്താനും ഒരു വായനശാല നമുക്കുണ്ടാവണം. നമ്മുടെ നാട്ടിൽ നിന്നും ONV കുറുപ്പ് സാറിനെ പോലെയും അതുപോലെ തന്നെ സുഗതകുമാരി മാഡത്തിനെ പോലെയൊക്കെ ഒത്തിരി കുട്ടികൾ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. നമുക്കൊരു വായനശാല ഉണ്ടാവണം. അതുപോലെ നമ്മുടെ സമഗ്ര പുരോഗതിക്ക്, വ്യക്തി പുരോഗതിക്ക് മാത്രമല്ല സമഗ്ര പുരോഗതിക്കും നമ്മുടെ വാർഡിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിങ്ങളെല്ലാവരും എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.